ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലി ലോകം. ഖബറടക്കം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ നടന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയ ലോക നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. സെന്റ് പീറ്റേഴ്സ് ചത്വത്തിൽ നടന്ന ഖബറടക്ക ശുശ്രൂഷകൾക്ക് കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ റേ മുഖ്യ കാർമ്മികനായി. പ്രമുഖ ചരിത്രകാരനും എഴുത്തുകാരനും പണ്ഡിതനുമായ MGS നാരായണൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലാണ് അന്ത്യം. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം മേധാവിയായിരുന്നു. 1932 ആഗസ്റ്റ് 20 പൊന്നാനിയിലായിരുന്നു MGSന്റെ ജനനം. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഉപരിപഠനവും പൂർത്തിയാക്കി. CMRLന് എക്സാലോജിക് സേവനം ഒന്നും നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ T. വീണ സമ്മതിച്ചതായി SFIO. മാസപ്പടി കേസിലെ SFIO കുറ്റപത്രത്തിലുള്ള വീണയുടെ മൊഴിയുടെ വിവരങ്ങളാണ് പുറത്തുവന്നത്. എക്സാലോജിക് സേവനം ഒന്നും നൽകിയില്ലെന്ന് CMRLന്റെ IT വിഭാഗം മേധാവി മൊഴി നൽകിയെന്നും കുറ്റപത്രത്തിലുണ്ട്. CMRLൽ നിന്ന് സേവനം നൽകാതെയാണ് പണം വാങ്ങിയതെന്ന മൊഴി വീണ T. SFIOയ്ക്ക് നൽകിയിട്ടില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇങ്ങനെയൊരു മൊഴി കൊടുത്തു എന്നുള്ളത് അസത്യമായ വാർത്തയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതിക്കൊടുത്തത് വാർത്തയാക്കിയാൽ മറുപടി പറയാൻ ഇല്ല എന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. ആക്രമണം നടത്തിയ 5 ഭീകരരുടെ രേഖാചിത്രം സൈന്യം നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതിർത്തിയിലും കനത്ത ജാഗ്രത തുടരുകയാണ്. പാക് കസ്റ്റഡിയിലുള്ള BSF ജവാനെ മോചിപ്പിക്കാനുള്ള ചർച്ചകളും തുടരുകയാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിൽ ഇന്ത്യക്ക് ഭീഷണിയുമായി മുൻ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അധ്യക്ഷനുമായ ബിലാവൽ ഭൂട്ടോ സർദാരി. പാകിസ്ഥാനിലെ പൊതുസമ്മേളന റാലിയിൽ വെച്ചാണ് ബിലാവലിന്റെ ഭീഷണി. കരാർ റദ്ദാക്കിയതിന് പിന്നാലെ പാകിസ്ഥാനിൽ നിന്നുണ്ടായ പ്രതികരണങ്ങൾ ഇന്ത്യ പാക് സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുകയാണുണ്ടായത്. കശ്മീരിലെ പുൽവാമയിലും ഷോപ്പിയാനിലും 3 ഭീകരരുടെ വീടുകൾ കൂടി തകർത്തു. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ള അഹ്സാൻ ഉൽ ഹഖ്, ഹാരിസ് അഹമ്മദ്, ഷാഹിദ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ഇതോടെ 5 ഭീകരരുടെ വീടുകളാണ് സൈന്യം തകർത്തത്. പഹൽഗാം ഭീകരാക്രമണത്തെ ചൊല്ലി ഇന്ത്യ പാക് നയതന്ത്ര ബന്ധങ്ങൾ ചർച്ചയാകുന്നതിനിടെ നിർണായക സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമായി സൈന്യം. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വെള്ളിയാഴ്ച കശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പഹൽഗാമിലെ ക്രൂരകൃത്യത്തിന് തീവ്രവാദികൾ കനത്ത വില നൽകേണ്ടി വരുമെന്നും ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ പറഞ്ഞു. ജമ്മു കശ്മീരിൽ അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. നിയന്ത്രണ രേഖയിൽ പലയിടത്തും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർത്തു. ശക്തമായി തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ സൈന്യം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വെടിവെപ്പ് നടത്തിയിരുന്നു. ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാകിസ്ഥാന് വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ്. പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന് ആരും മറക്കരുത്. കശ്മീരിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണം. ഇതിന് രാജ്യാന്തര അന്വേഷകരുമായി പ്രവർത്തിക്കാൻ തയ്യാറാണ്. രാജ്യാന്തര പ്രതിനിധികൾ നടത്തുന്ന ഏതൊരു അന്വേഷണവുമായും പാകിസ്ഥാൻ സഹകരിക്കാൻ തയ്യാറാണെന്നും ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇടപെടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രശ്നം ഇരു രാജ്യങ്ങളും ചേർന്ന് പരിഹരിക്കും. ഇരു രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ് തനിക്കുള്ളത്. എന്നാൽ പഹൽഗാമിൽ നടന്നത് മോശം ആക്രമണമാണ്. കശ്മീരുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായി പോരാട്ടമുണ്ടെന്നും ട്രംപ് പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള മുഴുവൻ ക്രിക്കറ്റ് ബന്ധവും വിച്ഛേദിക്കണമെന്ന് മുൻ ഇന്ത്യൻ നായകൻ ഗൗരവ് ഗാംഗുലി. ICC ഏഷ്യൻ ടൂർണമെന്റുകളിൽ പോലും പാകിസ്ഥാനുമായി ഇന്ത്യ കളിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാ വർഷവും ഏതെങ്കിലും രീതിയിലുള്ള ഭീകരപ്രവർത്തനം പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്നു. ഇനിയും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. പാകിസ്ഥാനുമായുള്ള മുഴുവൻ ക്രിക്കറ്റ് ബന്ധവും ഇന്ത്യ അവസാനിപ്പിക്കണം. ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കണം. ഭീകരവാദത്തെ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും സൗരവ് ഗാംഗുലി.
പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ സ്ഫോടനം. സൈനികർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി. ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ വൻ സ്ഫോടനം. സ്ഫോടനത്തിൽ 4 പേർ മരിച്ചു. 550-ൽ അധികം പേർക്ക് പരിക്കേറ്റു. തുറമുഖത്ത് സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തീയണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രാസവസ്തുക്കൾ വിതറി തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. തുറമുഖത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. തിരുവനന്തപുരത്തെ 3 ഹോട്ടലുകൾക്ക് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. കോവളം, ആക്കുളം, സ്റ്റാച്യു എന്നിവിടങ്ങളിലെ ഹോട്ടലുകൾക്കാണ് ബോംബ് ഭീഷണി എത്തിയത്. പോലീസ് പരിശോധന ആരംഭിച്ചു. പത്തനംതിട്ടയിൽ മുൻ BSF ജവാനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഹോം നഴ്സ് അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശിയായ ശ്രീധരൻ പിള്ളയ്ക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ശ്രീധര പിള്ളയെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 വർഷമായി അൽഷിമേഴ്സ് രോഗബാധിതനായ ശ്രീധരൻ പിള്ളയെ നോക്കാൻ ഹോം നഴ്സായ വിഷ്ണുവിനെ ഏൽപ്പിച്ചിരുന്നു. അതേസമയം അപകടത്തിന് പിന്നാലെ വീണു പരിക്കേറ്റുവെന്നായിരുന്നു വിഷ്ണു ശ്രീധരൻ പിള്ളയുടെ ബന്ധുക്കളോട് പറഞ്ഞത്. എന്നാൽ CCTV പരിശോധിച്ചപ്പോഴാണ് ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ തൃശൂരിലെ വീടിന് സമീപം പൊട്ടിത്തെറിച്ചത് ഗുണ്ടാണെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. ഗുണ്ട് പൊട്ടിയ വീട്ടിലെ യുവാവിന്റെ സുഹൃത്തുക്കളാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. തന്റെ അറിവോടെയാണ് സുഹൃത്തുക്കൾ ഗുണ്ട് പൊട്ടിച്ചതെന്ന് യുവാവ് മൊഴി നൽകി. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചു. കമ്മീഷനിംഗ് മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനാണ് മുഖ്യമന്ത്രി തുറമുഖത്ത് എത്തിയത്. തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയായി സംഘടനാ സമിതി നേരത്തെ രൂപീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 2-നാണ് തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നത്. 3 ദിവസത്തെ CPIM സംസ്ഥാന നേതൃയോഗങ്ങളുടെ ഭാഗമായി ഇന്നും നാളെയും സംസ്ഥാന കമ്മിറ്റി നടക്കും. സംസ്ഥാന സമ്മേളനത്തിന്റെയും പാർട്ടി കോൺഗ്രസിന്റെയും വിലയിരുത്തലുകളും യോഗത്തിലുണ്ടാകും. സമ്മേളന കാലയളവിൽ നടന്ന വിഭാഗീയ പ്രവർത്തനങ്ങളും നടപടികളും സംസ്ഥാന സമിതി വിലയിരുത്തും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ശ്രീലങ്കയ്ക്ക് $34.4 കോടി വായ്പാ തിരിച്ചടവ് ഇളവ് അനുവദിച്ച് അന്താരാഷ്ട്ര നാണയനിധി. തുക രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും. സാമ്പത്തിക ഭരണ പ്രതിസന്ധിയെ തുടർന്ന് 2022-ൽ $4,600 കോടി വായ്പാ തിരിച്ചടവ് അവധി തെറ്റി ശ്രീലങ്ക വെട്ടിലായിരുന്നു. പുതിയ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായ്ക്ക് കീഴിലും ഇതേ നയം തുടരുകയാണ്. ബഹിരാകാശ നിലയത്തിലേക്ക് പുതിയ 3 സഞ്ചാരികളെ വഹിച്ചുകൊണ്ടുള്ള ചൈനയുടെ പേടകത്തിന്റെ വിക്ഷേപണം വിജയകരം. ടിൻഹെ ബഹിരാകാശ നിലയത്തിൽ ഇപ്പോഴും 3 പേർക്ക് പകരം ആളുകളെയാണ് വിനിയോഗിച്ചത്. വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ജിയുങ്ചാങ് ലോങ് സെന്ററിൽ നിന്നാണ് ഇവരെ വഹിച്ചുള്ള പേടകമായ ഷെൻസു 20 വിക്ഷേപിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സൗദിയും ചൈനയും ധാരണയായി. മികച്ച ചൈനീസ് സർവകലാശാലകളിലെ സൗദി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും ഉറപ്പാക്കുകയും സൗദി പൊതുവിദ്യാലയങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിനായി ചൈനീസ് ഭാഷാ പാഠ്യപദ്ധതി വികസിപ്പിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. വിദ്യാഭ്യാസ മന്ത്രി യൂസഫ് അൽബുനി യാന്റെ ചൈന സന്ദർശനത്തിനിടെ ചൈനീസ് സഹമന്ത്രിയുമായി 2 സഹകരണ കരാറുകളിൽ സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം ഒപ്പുവെച്ചു. പഹൽഗാമിൽ ഭീകരർ ചെയ്തതുപോലെ ഒരു ഹിന്ദുവും പ്രവർത്തിക്കാനാവില്ലെന്ന് RSS സംഘചാലക് മോഹൻ ഭഗവത്. സംഭവത്തിൽ ശക്തമായി തിരിച്ചടി വേണമെന്നും മോഹൻ ഭഗവത് പറഞ്ഞു. ശത്രുത നമ്മുടെ സ്വഭാവമല്ല, പക്ഷേ ആക്രമണം സഹിച്ചുകൊണ്ടിരിക്കാനാവില്ല. അധികാരമുണ്ടെങ്കിൽ അത് പ്രയോഗിക്കാനുള്ള സമയമാണിത്. ഇത്തരം സമയങ്ങളിൽ ശക്തി പ്രകടിപ്പിക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. ബ്രസീൽ മുൻ പ്രസിഡന്റ് ഫെർണാൾഡോ കോളർ അഴിമതി കേസിൽ അറസ്റ്റിൽ. സ്വകാര്യ എണ്ണ കമ്പനിയിൽ നിന്ന് $35 ലക്ഷം കൈക്കൂലി വാങ്ങിയതിനാണ് കേസ്. വീട്ടുതടങ്കലിനു പകരം ജയിലിലടയ്ക്കാനാണ് ഉത്തരവ്. ബ്രസീലിയൻ പാർലമെന്റ് അംഗങ്ങൾ, പ്രസിഡന്റുമാർ, മന്ത്രിമാർ എന്നിവർക്കെതിരെ കേസുകൾ നേരിട്ട് സുപ്രീം കോടതിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓപ്പറേഷൻ കാർ വാഷ് എന്ന പേരിൽ പുറത്തുവന്ന അന്വേഷണാത്മക റിപ്പോർട്ടാണ് കോളറിന് കുരുക്കായത്.
മോട്ടോർ വാഹന വകുപ്പിൽ കൂട്ട സ്ഥലമാറ്റം 221 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ സ്ഥലം മാറ്റി ഉത്തരവിറക്കി. 48 മണിക്കൂറിനുള്ളിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം. നടപടി കോടതി ഉത്തരവ് പ്രകാരമാണെന്ന് ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കി. ഉത്തരവ് ചട്ടവിരുദ്ധമാണെന്നും ആക്ഷേപവും ഉയരുന്നുണ്ട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ KPCC പ്രസിഡന്റ് K സുധാകരന്റെ മൊഴിയെടുത്ത അന്വേഷണ സംഘം. സുധാകരന്റെ കണ്ണൂരിലെ വസതിയിലെത്തിയാണ് മൊഴിയെടുത്തത്. പോലീസ് അന്വേഷിച്ചത് NM വിജയൻ അയച്ച കത്തിനെ കുറിച്ചാണെന്ന് K സുധാകരൻ പറഞ്ഞു. പാർട്ടിയിൽ ചർച്ച ചെയ്ത ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും സുധാകരൻ പറഞ്ഞു. വയനാട് മേപ്പാടിയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ 3 ആനകളെ പിടികൂടാൻ 2 കുങ്കിയാനകളെ എത്തിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കുങ്കിയാനകളെ കൊണ്ടും തുരത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെക്കേണ്ടി വരും. 3 ബാച്ചുകളായി 30 പേരടങ്ങുന്ന സംഘം നടപടി ആരംഭിച്ചു. ഫെൻസിംഗ് സംവിധാനം എല്ലായിടത്തും സാധ്യമല്ലെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പുഴിയൂരിൽ ഉത്സവത്തിനിടെ ആനയടഞ്ഞു. ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ പാപ്പാന് പരിക്കേറ്റു. ശിവശങ്കരൻ എന്ന ദേവസ്വം ബോർഡിന്റെ ആനയാണ് ഇടഞ്ഞത്. വയനാട് എരുമക്കൊല്ലയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചതിന് പിന്നാലെ ആനയെ കാട് കയറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇന്ന് മുത്തങ്ങയിൽ നിന്ന് 2 കുങ്കിയാനകളെ എത്തിക്കും. ആനയെ കാട് കയറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെക്കാനും സാധ്യത. പുളിങ്കുന്ന് സ്വദേശി അറുമുഖനാണ് കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ മരിച്ചത്. മലപ്പുറം നിലമ്പൂർ നോർത്ത് ഡിവിഷൻ റേഞ്ചിന് കാല് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ ചികിത്സിക്കാനുള്ള ശ്രമത്തിനിടെ താൽക്കാലിക വാച്ചറിന് പരിക്കേറ്റു. ആന ചികിത്സാ സംഘത്തിന് നേരെ തിരിയുകയും സംഘം ചിതറി ഓടുന്നതിനിടെ താൽക്കാലിക വാച്ചർ തോമസിന് പരിക്കേൽക്കുകയായിരുന്നു. MDMA കേസിൽ കുന്നുംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത വിദേശ പൗരനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കുന്നുംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ടാൻസാനിയ സ്വദേശി അബ്ദുൾ ഹമദ് മഖാനെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വാരൂരിൽ നിന്ന് 67 ഗ്രാം MDMAയും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പ്രതികളെ പിടികൂടിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. 5 പ്രതികളുള്ള ഈ കേസിലെ 5-ാം പ്രതിയാണ് വിദേശ പൗരൻ. തൃശൂർ വാടാനപ്പള്ളിയിൽ വയോധിക ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നടുവിൽക്കര കുടുവത്തുപറമ്പിൽ പ്രഭാകരനും ഭാര്യ കുഞ്ഞിപ്പെണ്ണുമാണ് മരിച്ചത്. കുഞ്ഞിപ്പെണ്ണിനെ വീട്ടിലെ കിടക്കുമുറിയിലും പ്രഭാകരനെ വീടിന്റെ മുറ്റത്ത് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പ്രായാധികം കൊണ്ടുള്ള മരണമാകാം. സംഭവത്തിൽ ദുരൂഹതയില്ല എന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തൃശൂർ ചാലക്കുടി താഴൂർ സെന്റ് മേരീസ് പള്ളിയിൽ മനസമ്മത ചടങ്ങിനിടെ ഹെലികോപ്റ്റർ ഫാൻ പൊട്ടിവീണ അപകടം. കുട്ടികൾക്കടക്കം 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 5 പേരെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴ എടത്തുവയിൽ സ്വീകരണ സ്ഥലത്തേക്ക് കാർ ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപം സ്വീകരിക്കാനെത്തിയ വിശ്വാസികൾക്കിടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. തലവടി സ്വദേശികളായ സെൽവി, ക്രിസ്റ്റി, റീസ എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേശീയപാത തൃശൂർ പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ടാറ്റ സുമോ ഹൈമാസ് ലൈറ്റ് കാലിലിടിച്ച് ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പറപ്പൂർ നാലുപുരയ്ക്കൽ സിദ്ധാർത്ഥന്റെ ഭാര്യ മല്ലികയാണ് മരിച്ചത്. കഴിഞ്ഞ 19 ശനിയാഴ്ചയായിരുന്നു അപകടം. സിഗ്നൽ ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട കാർ സമീപത്തെ ഹെഡ്മാസ് ലൈറ്റ് കാലിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വാഹനത്തിലെ യാത്രക്കാരായ 10 പേർക്ക് പരിക്കേറ്റിരുന്നു. തിരുവനന്തപുരം വിതുര താവയ്ക്കലിൽ ഒഴുക്കിൽപ്പെട്ട് തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശി മോഹൻരാജ് സുബ്രഹ്മണ്യനാണ് മരിച്ചത്. വലിയമല ISRO വിദ്യാർത്ഥിയാണ് സുബ്രഹ്മണ്യം. വിതുര ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. വിതുര പോലീസ് കേസെടുത്തു. തമിഴ്നാട് ആളിയാർ ഡാമിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശികളായ തരുൺ, രേവന്ത്, ആൻഡോ എന്നിവരാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം ഡാം പരിസരത്ത് വിനോദയാത്രയ്ക്കെത്തിയതാണ് വിദ്യാർത്ഥികൾ. ചെന്നൈയിലെ സ്വകാര്യ കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് മൂവരും.
കോഴിക്കോട് മുക്കം ആനയാംകുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്തേക്ക് എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ അരിയിൽ പൊതിഞ്ഞ നിലയിൽ ബ്രൗൺ ഷുഗർ കണ്ടെത്തി. സംഭവത്തിൽ ആസാം സ്വദേശി ആഷിഖ്, ഭാര്യ മുസ്ന ബീഗം എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പരിശോധനയ്ക്ക് എത്തിയപ്പോൾ റൂം പൂട്ടിയ നിലയിലായിരുന്നു. പൂട്ടുപൊളിച്ച് അകത്ത് കയറിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ കണ്ടെത്തിയത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് 5.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. കസ്റ്റംസ് പ്രിവെന്റീവാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ മലപ്പുറം സ്വദേശി പിടിയിൽ. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് വിദേശത്തേക്കുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് പിടികൂടുന്നത്. വിദേശത്ത് നിന്നും കൊച്ചിയിൽ എത്തിച്ച് ഗൾഫിലേക്ക് കടത്തുകയായിരുന്നു എന്നാണ് സംശയം. സംഭവത്തിൽ വിശദമായി അന്വേഷണം തുടങ്ങി. കൊല്ലം ആര്യങ്കാവിൽ KSRTC ബസ്സിൽ നിന്ന് കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പാലക്കാട് കഞ്ഞിപ്പുര സ്വദേശികളായ മുബഷീർ, പ്രജൂത് എന്നിവരാണ് പിടിയിലായത്. ഇവർ 2 ബാഗുകളിലായാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇരുവരും പിടിയിലായത്. തൃശൂർ കൊക്കാലയിൽ കൊറിയർ വഴി കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. പാലക്കാട് മുതലമട സ്വദേശി സയ്യിദ് മൻസിലിൽ ആണ് പിടിയിലായത്. കൊക്കാലയിൽ കൊറിയർ സ്ഥാപനത്തിൽ 2 പാഴ്സലുകളിൽ കഞ്ചാവ് ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണത്തിൽ 4 കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തി. മലപ്പുറം അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഹരി ചവച്ചു തുപ്പിയ യുവാവിനെതിരെ കേസെടുത്തു. അരീക്കോട് സ്വദേശി അൻവറിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ലഹരി ഉപയോഗിച്ചതിനും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് അൻവറിനെതിരെ പോലീസ് കേസെടുത്തത്. എറണാകുളം പെരുമ്പാവൂരിൽ ചിക്കൻ കടയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം മരിയഗാവ് സ്വദേശി ഖറുൾ ഇസ്ലാമിനെയാണ് പെരുമ്പാവൂർ ASIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. പെരുമ്പാവൂർ പാത്തിപ്പാലം ഭാഗത്തുള്ള ചിക്കൻ കടയുടെ മറവിലാണ് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. തൃശൂർ കൊടകരയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ ഇരുചക്ര വാഹനത്തിൽ കഞ്ചാവുമായി സഞ്ചരിച്ച യുവാവ് അറസ്റ്റിൽ. പട്ടിക്കാട് സ്വദേശിയും 1 വർഷത്തിലേറെയായി വെള്ളിക്കുളങ്ങര ചുങ്കാൽ ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വരുന്നയാളുമായ ബിബിനാണ് 1/4 കിലോ കഞ്ചാവുമായി പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ ചൂളയിൽ വെച്ച് കത്തിച്ചു നശിപ്പിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട് തൃശൂർ റൂറൽ പോലീസ് ജില്ലാ പരിധിയിൽ ഉള്ള പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. തൃശൂർ കൊറ്റംകുളത്ത് ഹോട്ടലിലെത്തിയ കുടുംബത്തെ ആക്രമിച്ച പ്രതി റിമാൻഡിൽ. പ്രതി സെമീറിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തോട് ഇയാൾ അസഭ്യം പറയുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് ഇയാൾ കുടുംബത്തെ ആക്രമിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുടിയിൽ യുവതിയെ സോഷ്യൽ മീഡിയകളിലൂടെ മോശമായി ചിത്രീകരിച്ച കേസിൽ പ്രതി പിടിയിൽ. പത്തനംതിട്ടയിൽ നിന്നാണ് പ്രതി പിടിയിലായത്. നെയ്യാറ്റിൻകര സ്വദേശി സുമേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ ഇരിങ്ങാലക്കുടിയിൽ വിസ തട്ടിപ്പ് നടത്തി വിദേശത്ത് ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പലരിൽ നിന്നായി 29,80,000 രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിൽ. കാറളം ചെമ്മണ്ട സ്വദേശി ആൽവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ ആൽവിൻ. എറണാകുളം ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിൽ ആശാ വർക്കർമാർക്ക് 1,250 രൂപ ഓണറേറിയത്തിൽ വർധനവ് വരുത്തുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. മേൽഘടകങ്ങളിൽ നിന്ന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് വർധനവ് നിലവിൽ വരുത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ അറിയിച്ചു. അരുൺ വൈഗ സംവിധാനം ചെയ്യുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നു. ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിംസ്, പൂയപ്പള്ളി ഫിലിംസ് എന്നീ ബാനറുകളിൽ ആൻ, സജീവ് അലക്സാണ്ടർ, മാത്യു എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. നടൻ ദിലീപ്, സംവിധായകൻ ബ്ലസ്സി എന്നിവർ ചേർന്നാണ് പ്രകാശകർമ്മം നിർവഹിച്ചത്. മൈക്ക്, ഖൽബ്, ഗോളം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ രഞ്ജിത്ത് സജീവാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഉർവശി പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം എൽ ജഗദമ്മ 7ാം ക്ലാസ് ബിയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. ശിവദാസ് കഥ, തിരക്കഥ, സംഭാഷണം എഴുതി സംവിധാനം നിർവഹിക്കുന്ന ചിത്രം എവർസ്റ്റാർ ഇന്ത്യൻസിന്റെ ബാനറിൽ ഉർവശി
ഫോസിൽ ഹോൾഡിംഗ്സ് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം റൊമാൻസ് OTT-യിലേക്ക്. ചിത്രം മെയ് 1 മുതൽ സോണി ലിവിൽ സ്ട്രീം ചെയ്യും. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ചിത്രമെത്തും. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.